പലരും ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് അത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. ഒന്നെങ്കിൽ അതൊരു പ്രൊപ്പർട്ടീഷിപ്പായിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പായിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പായിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അതിനെ ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളത് ഏറ്റവും വലിയ കൺഫ്യൂഷൻസിൽ ഒന്നാണ്. നിങ്ങൾ ഒരു ബിസിനസ് സ്ട്രക്ചർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി. എങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ട് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ലൈബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഈ ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ റെഗുലേറ്ററി കംപ്ലയൻസസ് എങ്ങനെയായിരിക്കും, ഏതൊക്കെ നിയമങ്ങളുടെ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇതിനുണ്ട് എന്നുള്ളതിനെ എല്ലാം ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു റൈറ്റ് സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ വേണ്ടി. നിങ്ങളൊരു ബിസിനസ് സ്ട്രക്ചർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പല കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ലോസിൻ്റെ ആപ്ലിക്കബിലിറ്റി ഇതിന് വരുന്നത്. അതായത് ഡിഫറെൻറ്റ് നിയമങ്ങളുടെ ആപ്ലിക്കബിലിറ്റി ടൈപ്പ് ഓഫ് എൻറ്റിറ്റിക്ക് വരുന്നത് എങ്ങനെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഇൻകം ടാക്സ് ആക്ട് ടാക്സ് റേറ്റ് എന്താണ് നമ്മൾ ഈ സ്ട്രക്ചറിന്, ടാക്സ് റിലേറ്റഡ് കംപ്ലയൻസസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം കമ്പനീസ് ആക്ടാണ് കമ്പനീസ് ആക്ട് റിലേറ്റഡ് കംപ്ലയൻസസ് എന്താണ്, ഡിഫറെൻറ്റ് ലോസിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിന് വരുന്നത് എന്ന് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഫണ്ട് റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാം, നമ്മുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, എത്രമാത്രം ഇൻഡിപെൻഡൻസ് നമുക്ക് ഈ സ്ട്രക്ചറിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ ബിസിനസ് ചെയ്യുമ്പോൾ എത്രമാത്രം ഇൻഡിപെൻഡൻസ് നമുക്ക് വേണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡിസിഷനിലേക്ക് വരാൻ പാടുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എൻറ്റിറ്റി സ്ട്രക്ചർ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ലീഗൽ ഡിസിഷൻ അല്ല, ഉറപ്പായിട്ടും അതൊരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പല ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരു പർട്ടിക്കുലർ രജിസ്ട്രേഷൻസ് ഒന്നുമില്ല, ഒരു സ്പെസിഫിക് നിയമങ്ങളോ ഒന്നും പ്രൊപ്പറേറ്റർഷിപ്പിന് ആപ്ലിക്കബിൾ അല്ല. നമുക്ക് ഇന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റും. അതിന് ഒരു ലൈസൻസിങ് റിക്വയർമെൻറ്റോ അങ്ങനെയൊന്നുമില്ല. ആകെയുള്ള ലൈസൻസിങ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സെക്ടർ സ്പെസിഫിക് ലൈസൻസ് എടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫുഡിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ FSSAയുടെ ലൈസൻസ് എടുക്കുക, നമ്മൾ എക്സ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ലോക്കൽ ബോഡി ലിമിറ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ലോക്കൽ ബോഡിയിൽ നിന്നൊരു ട്രേഡ് ലൈസൻസ് എടുക്കുക. ഇങ്ങനെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ലൈസൻസസോ അല്ലെങ്കിൽ ജനറൽ ലൈസൻസസോ മാത്രമേ ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ 20 ലാഖിന് മേലെ നമ്മൾ ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ GST എടുക്കുക, ഇൻഡർസ്റ്റേറ്റ് സെയിൽ ഓർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ GST എടുക്കുക. അങ്ങനെ ഓരോ ഇവന്റ് ബേസ്ഡ് റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു സെക്ടർ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് മാത്രമേ പ്രൊപ്പറേറ്റർഷിപ്പിന് വരുന്നുള്ളൂ. ഇതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമവും ഇല്ല. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങാൻ പറ്റും, അതിനൊരു രജിസ്ട്രേഷനോ ഒന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ലീഗൽ കംപ്ലയൻസ് എന്നുള്ളതാണ്. ഒരു ലീഗൽ കംപ്ലയൻസസും ഇല്ല. അതാത് സെക്ടറിൽ പറയുന്ന അത് ഏതൊക്കെ ലൈസൻസ് നമ്മൾ എടുക്കുന്നത്, ഇപ്പം GST എടുക്കുന്നുണ്ടെങ്കിൽ GST അനുസരിച്ചുള്ള കംപ്ലയൻസസ് ചെയ്യുക. ഇതിന് ഇയർലി ഫയലിങ്സ് വരുന്ന ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഒരു ഫയലിങ്സ് മാത്രമേ ഇതിന് ഇയർലി പ്രൊപ്പറേറ്റർഷിപ്പിന് വരുന്നുള്ളൂ. പക്ഷേ ഇത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇത് പ്രൊപ്പറേറ്ററോടുകൂടി ചേർന്നിരിക്കുന്നത്. പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. അതുകൊണ്ട് ഇതിന് ലീഗൽ റിസ്കുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ പ്രൊപ്പറേറ്ററുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് ഈ ലയബിലിറ്റി നമ്മൾ മെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കാരണം ഒരു സ്മോൾ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനായിരിക്കും ഇത് ഒരു ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരിക. കാരണം സ്മോൾ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഒരു ഗ്രോത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പ് റൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സ്മോൾ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനായിരിക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. പ്രൊപ്പറേറ്റർഷിപ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ പേഴ്സൺ എൻറ്റിറ്റി ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഫണ്ട് റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഒന്നെങ്കിൽ നമ്മളത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ബോറോ ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ ലോണായിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ സോഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ ആൾക്കാർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഒരു പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ലോക്കലിയാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ തന്നെയാണ് പാർട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. രജിസ്റ്റർ ഓഫ് ഫേംസ് ആണ് പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പിന് പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു സെപ്പറേറ്റ്
ഫയലിങ്സ് ഒന്നും പാർട്ണർഷിപ്പിൽ വരുന്നില്ല. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് വരും. മറ്റ് സെക്ടർ സ്പെസിഫിക് ലൈസൻസസ് ഒക്കെ പാർട്ണർഷിപ്പിന് എടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ടേൺ ഓവർ ലിമിറ്റ് 20 lakh എക്സീഡ് ചെയ്യുക, ഫോർ സർവീസ് സെക്ടർ 20 lakh എക്സീഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിങ്ങിന് 40 lakh എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ GST എടുക്കേണ്ടി വരും. എക്സ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പ്രൊപ്പറേഷന് എടുത്ത പോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സ്പൈസസിൻ്റെ എക്സ്പോർട്ടാണ് സ്പൈസസ് എക്സ്പോർട്ട് ലൈസൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് എന്തൊക്കെ വേണം ആ ലൈസൻസ് എല്ലാം പ്രൊപ്പറേഷന് എടുക്കേണ്ട പോലെ തന്നെ പാർട്ണർഷിപ്പിന് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതൊരു സ്ട്രക്ചറായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് നമ്മൾ ഇതിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് വരും. പാർട്ണർഷിപ്പ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 30% ടാക്സ് ആപ്ലിക്കബിൾ ആണ് പാർട്ണർഷിപ്പിന്. മിനിമം എമൗണ്ട് അതിൽ ഇപ്പം പാർട്ണേഴ്സിന് റെമ്യൂണറേഷൻ എടുക്കാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട് പാർട്ണർഷിപ്പിൽ. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ഒരു മിനിമം എമൗണ്ട് പാർട്ണർഷിപ്പിൽ ടാക്സ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അത് 30% ഫ്ലാറ്റ് റേറ്റിൽ ടാക്സ് ചെയ്യപ്പെടും. ഇത് കൂടാതെയാണ് വരുന്ന അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പം പാർട്ണർഷിപ്പിനെ പാർട്ണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല നിയമം കാണുന്നത്. പാർട്ണർഷിപ്പിലെ പാർട്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പാർട്ണേഴ്സിൻ്റെ ഏജന്റുമാണ്, അതുപോലെ തന്നെ പ്രിൻസിപ്പളുമാണ്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിന് ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലോൺ എടുത്തു, ലോൺ തിരിച്ചടയ്ക്കാൻ പാർട്ണർഷിപ്പിന് പറ്റിയിട്ടില്ല. ബാങ്കിന് വേണമെങ്കിൽ എല്ലാ പാർട്ണേഴ്സിൻ്റെ അടുത്തുനിന്നും അത് റിയലൈസ് ചെയ്യാൻ പറ്റും, ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ണറുടെ അടുത്തുനിന്ന് മാത്രം വേണമെങ്കിലും ലോൺ റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര ലയബിലിറ്റി ഉണ്ടോ, പാർട്ണർഷിപ്പിന് എത്ര ലയബിലിറ്റി ഉണ്ടോ അത്രയും ലയബിലിറ്റി പാർട്ണേഴ്സ് ഇൻഡിവിജ്വലിയും ഗ്രൂപ്പായിട്ടും അവർ അടച്ചു തീർക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. പക്ഷെ പാർട്ണർഷിപ്പ് ഓഫർ ചെയ്യുന്ന പല ബെനിഫിറ്റ്സ് ഉണ്ട്. കംപ്ലയൻസ് കോസ്റ്റുകൾ കുറവാണ്, കാരണം പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് റിട്ടേൺ ഫയലിങ്സ് ഒന്നും വരുന്നില്ല. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് മാത്രമേ അതിന് വരുന്നുള്ളൂ. ഇത് കൂടാതെ എന്തൊക്കെ എക്സ്ട്രാ ലൈസൻസസ് നമ്മൾ എടുത്തിട്ടുണ്ടോ അതനുസരിച്ചുള്ള ഫയലിങ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുകൂടാതെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാവുന്ന ഒരു ഡീഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടീഷൻസും ഉള്ള നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ണേഴ്സ് തന്നെയാണ്. ഇപ്പോൾ സൈലന്റ് പാർട്ണേഴ്സ് ഉണ്ട്, വർക്കിംഗ് പാർട്ണേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം വർക്കിംഗ് പാർട്ണേഴ്സിന് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കുകയും സൈലന്റ് പാർട്ണേഴ്സിന് കുറച്ച് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് കൊടുക്കുകയും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്യാതെ ഡിഫറെൻറ്റ് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പാർട്ണർഷിപ്പ് ഡീലിൽ. അപ്പോൾ പാർട്ണർഷിപ്പ് യൂഷ്വലി ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് പാർട്ണർഷിപ്പ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഒരുപാട് വലിയ ഒരു ഇതിലേക്ക് നമുക്ക് പോകാം, വലിയൊരു ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മൾ ബിസിനസ് ചെയ്യുക. ഒരുപാട് വലിയ പാർട്ണർഷിപ്പ് ഫേംസ് ഉണ്ടെങ്കിൽ കൂടെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു മീഡിയം ലെവലിൽ ബിസിനസ് ചെയ്യുക, അതുപോലെ തന്നെ വലിയ റിസ്കി അല്ലാത്ത ബിസിനസ് ചെയ്യുക, വലിയ ലയബിലിറ്റി ഓറിയൻറ്റഡ് അല്ലാത്ത ബിസിനസ്സുകൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സ് സേഫ് ആയിരിക്കും. ഈ പാർട്ണർഷിപ്പ് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. പാർട്ണർഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല, അതുപോലെ തന്നെ അതിന് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പാർട്ണർഷിപ്പിന് ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ണേഴ്സ് എല്ലാവരും അതിന് ലയബിളായിരുന്നു. ഇതിന് പരിഹാരമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 2008 LLP ആക്ട് നിലവിൽ വന്നത്. ഇനീഷ്യലി ഇത് ഡിസൈൻ ചെയ്തിരുന്ന പ്രാക്ടീസിങ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം കോമൺ ആയിട്ട് LLPs രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് എടുത്തു, ലിമിറ്റഡ് കമ്പനിയുടെ ബെനിഫിറ്റ്സും എടുത്ത് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഹൈബ്രിഡ് ഫോം ഓഫ് എൻറ്റിറ്റിയാണ്. അപ്പോൾ LLP ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് ഇതിന് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ നേരത്തെ സംസാരിച്ച് പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഫയലിങ്സ് ഒന്നും വരുന്നില്ല. ഒരു രജിസ്റ്റർ ചെയ്ത പാർട്ണർഷിപ്പിന് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് മാത്രമേ ആപ്ലിക്കബിൾ ആവും. ഈവൻ പാർട്ണർഷിപ്പ് നമുക്ക് അൺരജിസ്റ്റേർഡ് പാർട്ണർഷിപ്പായിട്ട് പോലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല. ഇനി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ പോലും ഒരു 5,000 rupees സ്റ്റാമ്പ് പേപ്പറിൽ എടുത്ത് എഗ്രിമെന്റ് എഴുതിയാണ് പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. അതേസമയം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. രജിസ്റ്റർ ഓഫ് LLPs ഉണ്ട്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ സെൻട്രൽ ഗവൺമെന്റിലാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. LLP ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന എൻറ്റിറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റി കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് LLPക്ക് ഒരു ബാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി LLPക്ക് ഉണ്ടെങ്കിൽ അത് LLPയുടെ ലയബിലിറ്റിയാണ്. അതിൻ്റെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. ഒരിക്കലും അതിൽ LLPയുടെ ലയബിലിറ്റി പാർട്ട്നേഴ്സിലേക്ക് പോകുന്നില്ല. സബ്ജക്റ്റ് ടു നമ്മളൊരു ലയബിലിറ്റി കൊടുത്തോളാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LLP ഒരു ബാങ്ക് ലോൺ എടുത്തു, ആ ബാങ്ക് ലോണിന് ഗ്യാരണ്ടറായിട്ട് നിന്നിരിക്കുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ണറാണെങ്കിൽ അദ്ദേഹത്തിന് ലയബിലിറ്റി വരും, അല്ലാതെ മറ്റ് പാർട്ട്നേഴ്സിലേക്ക് അതിൻ്റെ ലയബിലിറ്റി പോകത്തില്ല. അപ്പോൾ ഇതിന് ഫയലിങ്സ് വരുന്നത് LLP ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ്, ഇയർലി ഫയലിങ്സ് വരും. ഇതുകൂടാതെ ഒരു LLP ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് വരും. അതുകൂടാതെ തന്നെ ഇയർലി ഫയലിങ്സ്, LLP ആക്ട് അനുസരിച്ചുള്ള ഇയർലി ഫയലിങ്സ് ഒരു LLPക്ക് വരും.
അത് യൂഷ്വലി 2 ഫോമിൻ്റെ ഫയലിംഗാണ് വരിക, ഫോം 8 ആൻഡ് ഫോം 11. ഇത് കൂടാതെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് വരും. പിന്നെ ഓരോ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുള്ള ലൈസൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LLP FSSAI ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ FSSAIയുടെ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. GST എടുത്തിട്ടുണ്ടെങ്കിൽ GSTയുടെ റിട്ടേൺസ്. അപ്പം ഏതൊക്കെ പർപ്പസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ലൈസൻസ് എടുത്തിട്ടുണ്ടോ ആ ലൈസൻസ് അനുസരിച്ചുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും. പ്ലസ് നമ്മൾ LLP ആക്ട് അനുസരിച്ചുള്ള റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള റിട്ടേൺസും നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് കമ്പയർ ടു പാർട്ണർഷിപ്പ് ഇതിൻ്റെ റെഗുലേറ്ററി കംപ്ലയൻസ് കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. പക്ഷേ പാർട്ണർഷിപ്പിൻ്റെ എല്ലാ ഫ്ലെക്സിബിലിറ്റിയും LLPക്ക് ആപ്ലിക്കബിൾ ആണ്. LLPയുടെയും ഇത് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ LLP ഡീഡ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ എന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡീഡ് LLPക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും LLP ഗവേൺ ചെയ്യുന്ന LLPയുടെ ഡീഡാണ് ഗവേൺ ചെയ്യുന്ന LLP. അതൊരു പബ്ലിക് ഡോക്യുമെൻറ്റും അല്ല. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് LLPയുടെ ഡീഡ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി MCA കൊടുക്കുക, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ LLPയും ഇതും നമ്മളുള്ള രജിസ്ട്രേഷനിൽ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ലോക്കലി രജിസ്റ്റർ ചെയ്യുക, അതായത് സ്റ്റേറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ LLPs രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓഫ് LLPസിൻ്റെ അടുത്താണ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ് LLPs രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ രജിസ്റ്റർ ഓഫ് LLPs എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് തന്നെയാണ്. ഒരു കമ്പനി എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും LLPയുടെ രജിസ്ട്രേഷനും ആപ്ലിക്കബിൾ ആയിട്ട് വരും. പാർട്ണർഷിപ്പ് നമുക്ക് സിംപ്ലി രജിസ്റ്റർ ചെയ്യാം. ഒരു ID പ്രൂഫും ഒരു അഡ്രസ് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പാർട്ണർഷിപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്കൊരു LLP സിംപ്ലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിന് അതിൻ്റെതായ പ്രോസസ്സുണ്ട്. ഒരു കമ്പനി എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് സെയിം പ്രോസസ്സ് LLPക്കും ഉണ്ട്, പക്ഷേ കുറച്ച് റിലാക്സ്ഡ് വേയിലാണെന്ന് മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നെയിമിന് അപ്ലൈ ചെയ്യണം, കമ്പനിക്ക് നെയിം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ LLPയുടെ നെയിം ഫസ്റ്റ് നമ്മൾ റിസർവ് ചെയ്യണം. മറ്റൊരു ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയോ ഉണ്ടെങ്കിൽ നമുക്ക് ആ നെയിം നമ്മുടെ പേര് റിസർവ് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇത് നെയിം റിസർവ് ചെയ്തതിന് ശേഷം നമുക്ക് 90 ഡേയ്സ് ടൈമുണ്ട്. 90 ഡേയ്സിനുള്ളിൽ നമ്മുടെ ബാലൻസ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ രജിസ്റ്റർ ഓഫ് LLPക്ക് രജിസ്ട്രേഷന് വേണ്ടി അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ രജിസ്റ്റർ ഓഫ് LLPക്ക് പകരം റീസെൻ്റ് വന്ന ചേഞ്ചസ് അനുസരിച്ച് സെൻട്രൽ രജിസ്ട്രേഷൻ സെൻ്ററാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ. അപ്പോൾ CRCക്കാണ് നമ്മളിത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. വൺസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതാത് റീജിയണൽ രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് നമ്മുടെ LLP മാറും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ഫസ്റ്റ് നെയിം റിസർവ് ചെയ്തു. നെയിം റിസർവ് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് വൺസ് രജിസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് LLP ഇൻകോർപ്പറേഷൻ നമുക്ക് നമ്പർ നമുക്ക് അലോട്ടഡ് ആവും. ഇതുകൂടാതെ നമ്മുടെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഇതിൻ്റെ ഡയറക്ടേഴ്സ്, ഇതിൻ്റെ ഒരു ഗവേണിംഗ് ബോഡിയായിട്ട് നമ്മൾ മിനിമം 2 പേര് വേണം. മിനിമം 2 ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് വേണം. അതുപോലെ തന്നെ 2 പാർട്ണേഴ്സും വേണം. ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സിന് തന്നെ പാർട്ണേഴ്സ് ആകാൻ പറ്റും. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആയിട്ടുള്ളവർക്ക് DPIN എന്ന് പറഞ്ഞൊരു 8 ഡിജിറ്റ് നമ്പർ ജനറേറ്റഡ് ആവും. അത് നമ്മുടെ ഈ പാൻ നമ്പർ പോലെ തന്നെ ഒരാൾക്ക് ലൈഫ് ടൈമിൽ ഒരു നമ്പറേ ഉള്ളൂ. ഈ DPIN തന്നെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന DIN നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കേഷൻ വേണം. അതുപോലെ തന്നെ LLP ആണെങ്കിലും രജിസ്ട്രേഷന് ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണലിൻ്റെ സർട്ടിഫിക്കേഷൻസ് വേണ്ടി വരും. പാർട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടീസിങ് പ്രൊഫഷണൽ മാത്രം സർട്ടിഫൈ ചെയ്താൽ മതി. പക്ഷേ ഒരു LLPയുടെ രജിസ്ട്രേഷന് അതിൻ്റെ പ്രൊമോട്ടർ, അതിൻ്റെ ആപ്ലിക്കൻ്റ് ആരാണോ അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോസസ്സാണ്. ഇത് ആപ്ലിക്കേഷൻസ് ഫോംസ് എല്ലാം ഡിജിറ്റലാണ്. 1-2 ഫോംസ് മാത്രമേ ഫിസിക്കലി സൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷന് പ്രാക്ടീസിങ് പ്രൊഫഷണലും ഡിജിറ്റലി സൈൻ ചെയ്യണം. ആപ്ലിക്കൻ്റ് ഡിജിറ്റലി സൈൻ ചെയ്ത് രജിസ്റ്റർ ഓഫ് LLPസിന് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം രജിസ്റ്റർ ഓഫ് LLPs സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം പാനൂടെ അപ്രൂവ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ വൺസ് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് LLPസിൻ്റെ രജിസ്റ്ററിൽ ഇത് എൻ്റർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഇയർലി ഫയലിങ്സ് ചെയ്യണം. ഇതിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ രജിസ്റ്റർ ഓഫ് LLPസിന് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഫോർമാലിറ്റീസ് അപ്ലൈ ചെയ്ത് മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റൂ. പിന്നെ സ്റ്റേറ്റ് വൈസ് ആണ് ഇതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വരുന്നത്. ഇപ്പം പാർട്ണർഷിപ്പിന് കേരളത്തിൽ 5,000 റുപ്പീസിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. സ്റ്റാമ്പ് പേപ്പറാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ LLPക്ക് വരുന്നത് 1,000 റുപ്പീസിൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഒരു പാർട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സും ഒരു ലിമിറ്റഡ് കമ്പനിയുടെ ബെനിഫിറ്റ്സും കൂടി വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ സ്ട്രക്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആർക്കാണ് സ്യൂട്ടബിൾ എന്നുള്ളത് കൂടുതലും സർവീസ് സെക്ടറിലുള്ളവർക്കാണ് അത് സ്യൂട്ടബിൾ ആയിട്ട് വരിക. കമ്പാരിറ്റീവ്ലി ന്യൂ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആയതുകൊണ്ട് പല ഇൻവെസ്റ്റേഴ്സിനും ഇതിനകത്ത് പരിചയം കാണത്തില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ചില ലിമിറ്റേഷൻസും ഉണ്ട്. പക്ഷേ അത് ഗ്രാജുവലി മാറും. കാരണം ഒരു കമ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ്
LLP എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ക്ലോസ്ലി ഹെൽഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് പോലെ തന്നെ ഒരു ക്ലോസ്ലി ഹെൽഡ് ആയിട്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. അതിന് റെഗുലേറ്ററി കംപ്ലൈൻസസ് കൂടുതലാണ്. അപ്പോൾ കമ്പയർ ടു കമ്പനി ഈ LLP കുറച്ച് ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പല ഡോക്യുമെൻസും പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കുറവായിരിക്കും ഒരു LLP ടൈപ്പ് ഓഫ് സ്ട്രക്ചറിൽ. അപ്പോൾ ആർക്കാണ് ഇത് ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് സെക്ടറിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെബ് ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണൽസ്, ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്കാണ് ഇതൊരു ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കമ്പയർ ടു കമ്പനി ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന് കംപ്ലൈൻസ് കോസ്റ്റ് കുറവാണ്. പക്ഷേ കമ്പയർ ടു പാർട്ണർഷിപ്പ് LLPക്ക് കംപ്ലൈൻസ് കോസ്റ്റുകൾ കൂടുതലാണ്. ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉള്ളൊരു ബെസ്റ്റ് സ്ട്രക്ചർ ഓഫ് എൻറ്റിറ്റിയാണ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, 1 person കമ്പനിയുണ്ട്, സെക്ഷൻ 8 കമ്പനിയുണ്ട്. സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു NGO ആണ്. സോ നമ്മുടെ ഒരു ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി, ഓർഗനൈസേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനിയാണ് സെക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 person കമ്പനിയുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുണ്ട്. അപ്പം ഈ കമ്പനി ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 2013 ആണുള്ളത്. അപ്പോൾ ഈ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് ഡിഫറെൻറ്റ് ഫയലിങ്സ്, ഇവന്റ് ബേസ്ഡ് ഫയലിങ്സ് പറയാറുണ്ട്. ഡിഫറെൻറ്റ് ഫയലിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. രജിസ്റ്റർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതും LLPയുടെ നെയിം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെയിം റിസർവേഷന് വേണ്ടി ഇനിഷ്യലി അപ്ലൈ ചെയ്യണം. വൺസ് നെയിം റിസർവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു SIN നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ നമുക്ക് അലോട്ടഡ് ആവും. ഈ SIN നമ്പറിൻ്റെ കൂടെ തന്നെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവർക്ക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് അലോട്ടഡ് ആവും, പാൻ നമ്പർ അലോട്ടഡ് ആവും. ഇപ്പോൾ ഒരു റീസെൻറ്റ് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ESI രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ETF രജിസ്ട്രേഷൻ നമ്പറും ഓട്ടോമാറ്റിക്കലി അലോട്ടഡ് ആയിട്ട് വരും. നമുക്ക് ഇതൊരു ഈ ഫോമിൽ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ കൂടെ എടുക്കാൻ പറ്റും. ചില സ്റ്റേറ്റുകളിൽ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ കൂടെ ഇതിലൂടെ അപ്രൂവ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു കമ്പനി ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് ക്രെഡിബിൾ ആൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ്. പല ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സ് ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഫയലിങ്സും ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെ ലൈസൻസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ അതനുസരിച്ചുള്ള ഫയലിങ്സ് ഉണ്ട്. പക്ഷേ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളൊരു സ്കെയിലബിൾ, ഒരു ലോങ് ടേം ബിസിനസ്, നല്ല ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിന് റെഗുലേറ്ററി കംപ്ലയൻസ് കോസ്റ്റുകൾ കൂടുതലാണ്, റിലേറ്റഡ് പ്രൊഫഷണൽ ചാർജസ് കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇതിന് ഇൻകം ടാക്സ് റേറ്റ് കുറവാണ്. 22% ആണ് നോർമൽ കമ്പനിക്ക് ടാക്സ് റേറ്റ് വരുന്നത്. പാർട്ണർഷിപ്പിന് പോലും 30% ടാക്സ് റേറ്റ് വരുമ്പോൾ കമ്പനിക്ക് 22% ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ണേഴ്സിന് എടുക്കുന്ന റെമ്യൂണറേഷൻ ഒരു ലിമിറ്റ് ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഡയറക്ടേഴ്സിന് എടുക്കുന്ന റെമ്യൂണറേഷൻ ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ടാക്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റിയാണ്. അതായത് ഇതിൻ്റെ എല്ലാ ഫയലിങ്സും, എല്ലാ ചേഞ്ചസും രജിസ്റ്റർ ഓഫ് കമ്പനീസിന് നമ്മൾ ഫയൽ ചെയ്യണം. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫയൽ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. പബ്ലിക്കിന് ഇത് ഗവൺമെൻറ്റിൽ ഒരു സ്പെസിഫൈഡ് ഫീസ് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ വരുന്നതിന് മുന്നേ ഇൻവെസ്റ്റർക്ക് ഈ കമ്പനി പ്രോപ്പർ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻവെസ്റ്റർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, പകരം റിട്ടേൺ ആയിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫണ്ട് മൊബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ, ഒരു ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസ് എത്രമാത്രം വലുതാണ്, എത്രമാത്രം ഫണ്ട്സ് ഇതിനകത്തേക്ക് വേണം, കൂടുതൽ പാർട്ട്നേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടോ, അതായത് കൂടുതൽ ഐഡിയാസ് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ, കൂടുതൽ കൺട്രോൾ നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടതുണ്ടോ, നമുക്കൊരു ഇൻഡിപെൻഡൻസിൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വിഷൻ ഒരു ലോങ് ടൈം വിഷനാണ്. ഇങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മൾ തിങ്ക് ചെയ്ത്
ഇട്ട് വേണം നമ്മളൊരു റൈറ്റ് സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്മോൾ ടൈപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സ്മോൾ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന് പ്രൊപ്പറേറ്റർഷിപ്പ് സഫീഷ്യൻ്റ് ആണ്. ഒരു മീഡിയം ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിന് പാർട്ണർഷിപ്പ് ആൻഡ് LLPs സ്യൂട്ടബിൾ ആണ്. പക്ഷേ ഒരു വളരെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മളൊരു നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഉള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഒരു റൈറ്റ് സ്ട്രക്ചർ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ കൺസൾട്ടൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് ഡിസ്കസ് ചെയ്യുക. കമ്പനി സെക്രട്ടറി ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റി ടൈപ്പ് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷനിലേക്ക് മൂവ് ചെയ്യുക. ഒരു ബിസിനസ് തുടങ്ങുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ്. പക്ഷെ തുടക്കത്തിൽ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ഒരു പക്ഷേ നമ്മുടെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ കൊണ്ടുവന്നിരിക്കാം. അപ്പോൾ നിങ്ങളൊരു റൈറ്റ് സ്ട്രക്ചർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മുൻപ് നമ്മൾ സംസാരിച്ച എല്ലാ ഫാക്ടേഴ്സും ഡിസൈഡ് ചെയ്യുക, എന്നിട്ടൊരു റൈറ്റ് ഡിസിഷനിലേക്ക് വരിക. താങ്ക് യു.